ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ഡേ 1 ഇൻ ഗോവ. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ പ്രൊസീജിയേഴ്സും പേയ്മെൻറ്റും എല്ലാം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ട്രിപ്പ് ആരംഭിക്കാൻ പോവാണ്. നമുക്ക് വണ്ടി കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, മാക്സിമം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം ഇവിടുത്തെ പ്യൂരിഫയർ ചെയ്യുന്ന കുപ്പി നിറച്ച് ഡിക്കിക്കാതില്ല. അതുകൊണ്ട് നമുക്ക് പുറത്തുനിന്ന് വെള്ളം മേടിക്കണ്ട, ആ പൈസ നമുക്ക് ലാഭിക്കാം. അല്ലേടാ, എല്ലാം റെഡിയല്ലേ? എക്സൈറ്റഡ് ആണോ? Yes, of course. Budget friendly water from Rainy Goa. Rainy day. No sun, better. Kawasaki. Me sun no good. മര്യാദയ്ക്ക് പറയണം. അപ്പോൾ ഗൈസ്, നമ്മളവിടെ ട്രിപ്പ് ആരംഭിക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത വണ്ടി എടുത്ത് അടുത്ത സ്ഥലത്തോട്ട് പോകാൻ പോകും. ആദ്യത്തെ സ്ഥലത്തിൻ്റെ പേരെന്തോടാ? സ്ഥലത്തിന്റെ പേര് അറിയത്തില്ല. നമുക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ അവർ അയച്ചു തന്നിട്ടുണ്ട്. ആദ്യം പോയി നമുക്ക് പെട്രോൾ അടിക്കണം. ആദ്യം നമുക്ക് അഗോഡ ഫോർട്ട്. ഓക്കെ, അഗോഡ ഫോർട്ടിലോട്ടായിരിക്കണം നമ്മൾ ആദ്യമേ പോകുന്നത്. അവർ നമുക്ക് കംപ്ലീറ്റ് ഗൈഡ് തന്നിട്ടുണ്ട്. ഇനിയുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. അവർ തന്ന സ്ഥലത്ത്, അവർ സജസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് പോകാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാം. അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്കിനി പോയിട്ട് വരാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ പെട്രോൾ പമ്പിൽ പോയി പെട്രോളൊക്കെ അടിച്ച് ആദ്യത്തെ സ്ഥലത്തോട്ട് പോട്ടെ. വീഡിയോ മാക്സിമം ലോങ് ആക്കാതിരിക്കാൻ നോക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ പേരെന്തോടെ? അഗോഡ ഫോർട്ടോ. രോഹിത്, എന്തോ സ്ഥലത്തിന്റെ ഇത്രയും പോർച്ചുഗീസുകാർ പണിഞ്ഞതാ, ഇത് ഇന്ത്യ ഗവൺമെന്റ് പണിഞ്ഞു വരുന്നു. ഇത് സംഭവം അഗോഡ ഫോർട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഫാക്ട് ചെക്ക് ചെയ്തിട്ട് ഫാക്ട് ഇത് അവിടെ കാണും. അതൊക്കെ നമുക്ക് വായിക്കാം. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഫീസ് എന്ന് പറഞ്ഞാൽ ഒരു വണ്ടിക്ക് 50 രൂപ പാർക്കിംഗ് ഫീസും ഒരാൾക്ക് 25 രൂപ എൻട്രി ഫീസും ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഒരാൾക്ക് ഇവിടെ ഒരു വണ്ടി 2 പേര് വെച്ച് വരികയാണെങ്കിൽ മൊത്തത്തിൽ ഇവിടെ വരാനായിട്ട് ഒരാളുടെ 50 രൂപ. നമ്മളത് വേർത്തിട്ടാണോ ഇല്ലയോ എന്ന് പറയാം. പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ, അഗോഡ ഫോർട്ട്. ഗൈസ്, അഗോഡ ഫോർട്ടിൻ്റെ ഐതിഹ്യം നിങ്ങൾക്ക് ഇതാണ്ട സ്കേർട്ട് ഉണ്ടായിരുന്നേ. വേണ്ട, നിങ്ങൾ പോസ് ചെയ്ത് വായിച്ചോ. ഇതാണ് അഗോഡ ഫോർട്ടിന്റെ ഐതിഹ്യം. ഓക്കെ ഗൈസ്, രോഹിത് പറഞ്ഞത് ഇവിടെ സംഭവം വെള്ളം ഇട്ട് മുതലേ വളർത്തുന്നു. ആൾക്കാർ ക്രോസ് ചെയ്യായിരിക്കും. ഇപ്പൊ പൊക്കത്തില്ല, ഇപ്പൊ ആ മെക്കാനിസം മാറിയല്ലേ. ഇങ്ങനെയാണ് ഇതിന്റെ ഉള്ളിലോട്ട് നമ്മളിങ്ങനെ പ്രവേശിക്കുന്നത്. ഓക്കെ, അതെ ഈ വീഡിയോ നിങ്ങൾക്ക് അഗോഡ ഫോർട്ട് എന്തോന്ന് മനസ്സിലാക്കി തരും. 50 രൂപ സേവ്ഡ് ആൻഡ് 2 hours സേവ്ഡ്. അതെ. അപ്പോൾ ഇവിടെ ബേസിക്കലി ഇതെന്ന് പറഞ്ഞൊരു ഫോർട്ടാണ്. ഇത് പക്ഷെ ഇതിന്റെ പുറവിലാണ്, അല്ലടാ, ഇതിന്റെ പുറവിലാണ് കാഴ്ചകൾ. നോക്കൂ. അതെ, ഇത് സത്യം പറയാൻ ഉണ്ടാക്കിയേക്കുന്നതെന്ന് വെച്ചാൽ, എടാ യുദ്ധ കപ്പലുകൾ യുദ്ധ കപ്പലുകൾ അതെ, യുദ്ധ കപ്പലുകളെ പ്രതിരോധിക്കാൻ വേണ്ടിയല്ലേ ഇത് ഉണ്ടാക്കി വെച്ചത്. ഇതിനു വേണ്ടിയാണ് ഞാനാണേ പോയാനെ. എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല, കാരണം ഞാൻ ആ കോൺവെർസേഷനിലോട്ട് ചെന്നില്ല. മനസ്സിലായി. അപ്പോൾ നമുക്ക് ഇവിടുത്തെ മണ്ടയിലത്തുള്ള ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം കഴിച്ചു. ഞാനാണേ ഗ്ലാസ്സും എടുത്തില്ല, മഴ ആയതുകൊണ്ട്. കൊള്ളാം അല്ലേ? ഇവിടുന്ന് വരുന്ന ലൈറ്റ് ഹൗസ് ആടാ. റഡാർ ബേസിക്കലി എന്ന് പറഞ്ഞാൽ ഇത് ഇവിടുന്ന് വരുന്ന യുദ്ധ കപ്പലുകളെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഈ ഫോർട്ട്. അതെ, പോർച്ചുഗീസ്. അവിടെ ഒരു കപ്പലുണ്ട്, പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, അത് അങ്ങ് ദൂരെയാണ്. ഓക്കെ, അതിനുവേണ്ടിയായിരുന്നു ഈ ഫോർട്ട് പണിഞ്ഞത്, ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ മുട്ടൻ പീരങ്കിയൊക്കെ ഉണ്ട്, അത് നമ്മളെ എക്സ്ക്ലൂസീവ് ആയിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വെയിൽ എത്ര കാണുമോ പ്രതീക്ഷയില്ല. ഇറങ്ങിയപ്പോൾ മഴയായിരുന്നു, അതുകൊണ്ട് നല്ല വെയിൽ. സൺഗ്ലാസും ഇല്ല, സൺസ്ക്രീനും ഇല്ല. ചടങ്ങ്. പിന്നെ കറുപ്പും കൂടി ആയതുകൊണ്ടേ നല്ല സുഖം. ഗൈസ്, ഇത് കണ്ടോ? ഇതിനകത്തോടെ ഇങ്ങനെ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടുന്ന് നമുക്ക് ഇറങ്ങാൻ പറ്റും. ബേസിക്കലി ഇതൊക്കെ അണ്ടർഗ്രൗണ്ട് പാസേജ് ആണ്. ഇതൊരു ഫോർട്ട് ആണല്ലോ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. വലിയ പട്ടി വളർത്തുന്നുണ്ട്. അതെ. ഇതിനകത്ത് എന്തോ നിഗൂഢമായ കാര്യങ്ങളെല്ലാം ഒളിഞ്ഞിരിപ്പുണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഇവിടെ ഫൺ ഫാക്ട്, ദിൽ ചാഹത്താ ഹൈ സിനിമ കണ്ടവർക്ക് അറിയാം, ഇത് ഷൂട്ടിംഗ് ഇവിടെ നടന്നിട്ടുണ്ട്. ധൂം ഫസ്റ്റിന്റെ ഷൂട്ടിംഗ് ഇവിടെ നടന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതിലേക്കൂടെ നമുക്ക് അകം കാണാൻ പറ്റും. ഇതിന്റെ അകത്ത് എന്തോന്നൊക്കെ കാണാൻ പറ്റും ഇതിനകത്തൂടെ. ഇവിടെ ഈ സ്റ്റേജ് എന്തിനായിരുന്നല്ലേ? പണ്ട് രാജാക്കന്മാരുടെ മറ്റേ ആറാട്ട് കാണാനായിരുന്നു. അതേപോലത്തെ സ്ഥലങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലത്തെ ഡാൻസ് പരിപാടികൾ നടന്ന സ്ഥലമായിരുന്നു. പക്ഷെ അവിടെ ഇരിക്കാൻ സ്ഥലം എന്തിനാ? ഇതും അതേപോലത്തുള്ള എന്തോ പാസേജൊക്കെ. ഇവിടെ ഒരുപാട് നിഗൂഢമായ കാര്യങ്ങളും അണ്ടർഗ്രൗണ്ട് പാസേജും കാര്യങ്ങളും ഉണ്ട്. ഇതിനകത്തൂടെ ഈ സ്റ്റേജില്ലേ, ഈ സ്റ്റേജിന് അടിയിൽ കൂടെയും നുഴഞ്ഞു കയറാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. മനസ്സിലായി? ഇത് ഭയങ്കര സംഭവമായിട്ട് പോർച്ചുഗീസുകാർ പണിഞ്ഞെന്തോ വലിയ സംഭവം. നുഴഞ്ഞൊക്കെ കയറാളി അതിനകത്തൂടെ. തോക്കണ്ടല്ലേ?
ആ അതെ ഗൺ പൗഡർ റൂം എന്തോ വലിയ സംഭവമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിവിടെ അതെ വെടിമരുന്നുകൾ. ഓ നല്ല പൊളപ്പം വെയിൽ എൻ്റെ പന്നളാവേ സൂപ്പർ. മഴയായിട്ട് ഇങ്ങനെ നല്ല വെയിലത്തൊക്കെ എന്തായിരിക്കും. അതെ എന്തായാലും നമ്മളിതുവരെ ഫ്രഷ് ആയിട്ടില്ല. അന്ന് കയറി എങ്ങനെയാണോ അതേപോലെ തന്നെ നിൽക്കുക. നമ്മളിനി 12 മണിക്ക് ചെന്ന് ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞിട്ടേ ഫുള്ള് വൃത്തിയാവാൻ പറ്റത്തുള്ളൂ. ഇത് കണ്ട ഇതൊക്കെ അടച്ചു വെച്ചേക്കുക. ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഇതിനകത്താണ് ക്യാനോണില്ലേ, ക്യാനൺ പീരങ്കി. ഇതൊക്കെ നമ്മുടെ തന്നെ സ്വന്തം സെൽഫ് സ്റ്റഡി എന്ന് പറയുന്ന തിയറിക്കലി പറയുന്നത് മനസ്സിലായി. അങ്ങനെ ഇതിൽ നിന്ന് ഒഫീഷ്യൽ ആയിട്ടുള്ള ഫാക്ട് കാര്യങ്ങൾ അടിക്കാൻ വന്നാലേ ഉമ്മ. ഇത് നമ്മുടെ തന്നെ ഒരു ഒബ്സർവേഷനിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന സാധനങ്ങളാണ് ഇവിടെ. ഓക്കെ, അപ്പം ഇതിലെ കൂടെ ആയിരുന്നു ക്യാനണും പീരങ്കിയൊക്കെ വെച്ചിട്ട് ഇതിനെ അടിക്കുന്നത്. വേറൊരു പുതിയ കാര്യം ഇപ്പൊ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ ഈ സാധനത്തിൽ വേറൊരു ഉപയോഗം കൂടിയുണ്ട്. ഇതിനകത്ത് അണ്ടർഗ്രൗണ്ട് വലിയൊരു പ്ലാറ്റ്ഫോം മനസ്സിലായത്. ഈ വാട്ടർ ടാങ്ക് താഴെ കണ്ട 23,73,000 അപ്പൊ അതാണ് ഇത്. 23,73,000 കപ്പാസിറ്റി. ഇതിനകത്തോട്ട് ഇതായി പോയി ചെടി. ഞാൻ വേറെ എണ്ണത്തിന്റെ അകത്തൂടെ കാണിച്ചു തരാൻ നോക്കട്ടെ. ഫുള്ള് ഒരു ഭയങ്കര ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് ഇതിനകത്ത് കേട്ടോ. എക്കോ ഒക്കെ അടിക്കും നമുക്ക് ഇവിടെ പറയാം. ഹലോ ദൈവമേ, രോഹിത്തിന് വെയിൽ സഹിക്കാൻ വയ്യാതോ അങ്ങ് വിദൂരതയിൽ ചാരി നിൽക്കുന്നത് കണ്ടു. അതാണ് രോഹിത്. അപ്പൊ ഇത് സംഭവം നമ്മള് നൃത്ത ഗീതി അതല്ല സംഭവം, അതല്ല ഇത് അതാണ്. പക്ഷെ അതിന്റെ കൂടെ ഇതും കൂടി ഉണ്ട് മനസ്സിലായി. നേരത്തെ പറഞ്ഞ ആ ഒരു സാധനം, അതായത് ഇത് അപ്പർ ഫോർട്ടാണ് കേട്ടോ. ഇതിന്റെ ലോവർ ഫോർട്ട് ഉണ്ട്, അവിടെയും പറ്റുമെങ്കിൽ നമുക്ക് പോവാം. അപ്പോൾ ഇവിടുത്തെ സംഭവം എന്ന് വെച്ചാൽ ഇതാ ഇവിടെ ലൈറ്റ് ഹൗസ്. നിങ്ങളിത് വേണേൽ പോസ് ചെയ്ത് വായിച്ചോ. ലൈറ്റ് ഹൗസിൻ്റെ കാര്യവും പിന്നെ നമ്മുടെ താണ്ട് ഈ സാധനം ഈ ടാങ്കിൻ്റെ കാര്യം അതാ ഇവിടെ പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ നമ്മുടെ ഫോർട്ടിൻ്റെ ഏറ്റവും മണ്ടയിലത്തെ ഭാഗത്തോട്ട് വന്നേക്കാണ്. എനർജി വെരി ലോ. ഇന്നലത്തെ സ്ലീപ്പ്, ഇന്നത്തെ വെയിൽ എല്ലാം കൂടി കൊണ്ട് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സംസാരിക്കുന്നത്. ഓക്കെ, നാളത്തെ വീഡിയോയിൽ നമ്മൾ അടിപൊളിയായിട്ട് സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് സംഭവം. വാച്ച് ടവർ, വാച്ച് ഏരിയ എന്നൊക്കെ പറയത്തില്ലേ, ഭടന്മാരൊക്കെ നിന്നിങ്ങനെ ഇവിടെ നിന്നാണ് വാച്ച് ചെയ്യുന്നത്, ഈ ശത്രുക്കളുടെ നീക്കങ്ങളൊക്കെ. അതുകൊണ്ട് ഈ ഒരു ഇത്രയും ഭാഗം എനിക്കൊന്ന് വെള്ളം കൊണ്ട് നിറച്ച് മറ്റേ ഇവിടെ നിന്ന് എന്തെങ്കിലും ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വേണം. ഫോട്ടോ എടുത്തിട്ട് പോയി അച്ഛൻ മഴക്ക് പറയും. അച്ഛൻ പറയും നിന്നെയൊക്കെ പിന്നെ എന്തിനാണ് കാശ് കൊടുത്ത് ഗോവ വിട്ട് രണ്ടു ഫോട്ടോ ഒക്കെ എടുത്ത് വരണ്ടേ. നമ്മളങ്ങനെ ഫോട്ടോ എടുക്കുന്ന ടൈപ്പല്ല ഗൈസ്. പിന്നെ എൻ്റെ അച്ഛന് വേണ്ടി ഞാൻ ഫോട്ടോ എടുക്കും. ഓക്കെ, എൻ്റെ അച്ഛന് വേണ്ടി എനിക്കൊരു ഫോട്ടോ എടുത്ത് തരത്തില്ലടാ നിങ്ങൾ. രോഹിതേ ഒരു ഫോട്ടോ എടുത്ത് തരണേ, ഞാൻ ഇങ്ങനെ ഇരിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മിക്കവാറും ഇവിടുത്തെ കാഴ്ചകൾ ഇതൊക്കെ ഉള്ളു ഗൈസ്. ആ ബേസിക്കലി ഇതുണ്ടോ, ഇതാണ് ഇവിടെ. ഇതാണ് നമ്മുടെ ഫോർട്ട്. ഇവിടുന്നാണ് നമ്മുടെ കടലിന്റെ കാഴ്ചകൾ കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ബേസിക്കലി ഇത് ഞാൻ 10ൽ എനിക്ക് ഞാനൊരു 5.5 5.5 റേറ്റിംഗ് കൊടുക്കും. എടാ 10ൽ ഇതിന് എത്ര റേറ്റിംഗ് കൊടുക്കൂടാ എന്താ പറയാ ഫോർട്ടിനോ? പെൻഷന്റെ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യുന്നവരാണെങ്കിൽ ഏകദേശം ഒരു 7.5 ഒക്കെ കൊടുക്കാൻ പറ്റും. 7.5 ഓക്കെ, ദാറ്റ്സ് എ ഗുഡ് റേറ്റിംഗ്. ഒരു 6. അപ്പോൾ രോഹിത്തെ 10ൽ എത്ര റേറ്റിംഗ് കൊടുക്കും ഇത് സ്ഥലത്തിന്? അവൻ 2. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോയിട്ട് കാണാം ഗായ്സ്. നമ്മളപ്പം ഇപ്പോൾ ലോവർ അഗോഡ ഫോർട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവിടെ കയറി. സംഭവം നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനും അവിടെ തന്നെ അവർ തന്നേക്കുന്നത്. ഓക്കെ, ഇത് സത്യം പറഞ്ഞാൽ ഒരു ബീച്ചാണ്. മറ്റേത് അപ്പറല്ലായിരുന്നു, അതായത് അതിൻ്റെ മേൽ ഭാഗത്ത് നിന്ന്. ഇത് അതിൻ്റെ ലോവർ ഭാഗത്ത്. അത്രേ ഉള്ളൂ വ്യത്യാസം. എൻ്റെ കുറച്ച് ഇപ്പുറത്തോട്ട് തന്നെ. ഇവിടെ 50 രൂപ പാർക്കിംഗ് ഫീസ് ഉണ്ട്. ഈ പാർക്കിംഗ് ഫീസ് നമുക്കൊരു വലിയ പ്രശ്നമാണ്. കാരണം ഉള്ളിടത്തെല്ലാം ഈ 50 രൂപ വെച്ച് നമ്മൾ കൊടുക്കേണ്ടി വരും. ഓക്കെ, പിന്നെ ഗൈസ് ഞാൻ ട്രൈപോഡ് ബാഗിൽ വെച്ച് മറന്നെന്ന് പറയാം. അതെടുത്തില്ല, അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല ഷോട്ടൊക്കെ എടുക്കാമായിരുന്നു, കുറച്ചുകൂടി നല്ലോണം ബ്ലോഗ് ചെയ്തേനെ. പിന്നെ അതേപോലെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ വിന്നോയ്സ് ഇവിടെയും പ്രശ്നം കാണുമെന്ന് തോന്നുന്നു. ഞാൻ ട്രൈപോഡ് എടുത്തില്ല ഗൈസ്, അതൊരു വലിയൊരു നഷ്ടമായിപ്പോയി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ സൺഗ്ലാസ് എടുത്തില്ല. പിന്നെ മഴയാണെന്ന് വെച്ചുകൊണ്ട് സൺസ്ക്രീനും ഇട്ടില്ല. അപ്പം ഇനി വരുന്നവർ ഇതെല്ലാം ശ്രദ്ധിക്കുക. ഓക്കെ, ഇല്ലേ നമ്മൾ വെയിൽ കൊണ്ട് അടപ്പളകും. ഇന്ന് കുറച്ച് മഴ ആയതുകൊണ്ട് മാത്രമേ ഞാൻ ചെയ്യുന്നത്. പക്ഷെ എന്നാൽ പോലും നല്ല വെയിലുണ്ട്. ഇവിടെ ആൾക്കാർ ഒരുപാട് പേര് ചൂണ്ടയിടുന്നതുകൊണ്ട് കേട്ടോ. ഇവിടെ അതിൻ്റെ മണ്ടയിൽ നിന്ന് ചൂണ്ടയൊക്കെ ആൾക്കാരിടുന്നത്. ഓക്കെ, ഇത് പണ്ടത്തെ പോർച്ചുഗൽ മല്ലന്മാര് മൽപ്പിടുത്തം നടത്തിക്കൊണ്ടിരുന്ന ഗോതയാണ് ഈ ഒരു ഇത്രയും ഒരു സംഭവമായിട്ട്. തോറ്റയാളെ ഇങ്ങോട്ട് തള്ളിയിടും അല്ലേ?
എന്തുകൂടെ അവിടെ എനിക്ക് വേണേ വെള്ളം ഗൈസ്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് എടുത്തു. ഇവിടെയും ഒന്നുമില്ല ഗൈസ്. ബീച്ച് നമുക്ക് എനിക്കറിയുന്നില്ല, നമ്മളവിടെ കൂടുതലും ഒരു ഇതാണ് ബീച്ചൊക്കെ കണ്ട് പരിചയമായതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. വലിയ ഫാക്ടർ ഒന്നും ഇവിടെ ഇല്ല. ഇത് തുറന്നു. ഓക്കെ, അപ്പം ഞാൻ നല്ല രീതിയിൽ ടയർഡാണ് ഗൈസ്. ഇപ്പം നമ്മൾ റൂമിൽ ചെന്ന് ഇനി നമ്മൾ റൂമിലോട്ടല്ലേ റൂമിൽ ചെല്ലുക, ചെക്ക് ഇൻ ചെയ്യുക, ഒന്ന് കുളിക്കുക, ഒന്ന് കിടന്ന് ഉറങ്ങുക. സത്യം പറയാം. എന്നിട്ട് ഈ വെയിലൊക്കെ തോന്നുന്നു വൈകിട്ടും രാത്രിയാണ് നമ്മൾ കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്നത്. കാരണം നല്ല രീതിയിൽ ക്ഷീണിച്ചു കഴിച്ചു. ഇന്നലെ ഒരു ട്രെയിൻ യാത്രയും ഉറക്കമില്ലായ്മ എല്ലാം നല്ല രീതിയിൽ നമ്മൾ ക്ഷീണിച്ചു. അവിടെ ഒന്നും എല്ലാത്തിനും ഭയങ്കര വില. അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പാണ്. അതുകൊണ്ട് നമ്മൾ വെള്ളം ക്യാരി ചെയ്തുകൊണ്ട് കുടിക്കുന്നു. ഓക്കെ, ചെക്കിൻ ചേട്ടേന്ന് വരും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ റൂമിലെത്തി. ഓക്കെ, ഇപ്പോഴാണ് ചെക്കിൻ ആയത്. 1 മണിയായി. അവർ ക്ലീൻ ചെയ്തുകൊണ്ടൊക്കെ ഇരുന്നത്. റൂം ഡീസൻറ്റ് റൂം, വലിയ പ്രശ്നമില്ല. ആണ്ടെ ഇവിടെ നമ്മൾ 4 പേരും കിടക്കും. നമുക്ക് സ്റ്റോറേജ് സ്പേസ്, ഇവിടെ കാര്യങ്ങൾ വെക്കാനായിട്ട്, തുണിയൊക്കെ വെക്കാനൊക്കെ ആയിട്ടൊരു സ്ഥലമുണ്ട്. പിന്നെ ഒരു മേശ, പിന്നെ AC ഉണ്ട്, ഫാനുണ്ട്, TV ഉണ്ട്, ബ്ലൂടൂത്ത് എന്നൊക്കെ എഴുതിയിരിക്കുന്നു. പിന്നെ ഇവിടെ ഒരു തുറന്നിങ്ങനെ പുറത്തുനിന്ന് നല്ല കാറ്റ് വരും എന്നാണ് പുള്ളി പറഞ്ഞത്. ഇവിടെ നിന്നൊക്കെ നമുക്ക് വേണം ചായയൊക്കെ കുടിക്കാം. കുറച്ച് റെസ്റ്റ് സ്പേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഓക്കെ, AC ഉണ്ട്. ഇവിടെ സ്റ്റോറേജ് സ്പേസ് അവിടെ ഉണ്ട്. ഇവിടെ ഒരു കണ്ണാടി. ബാത്റൂം ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം ഡീസൻറ്റ് അത്യാവശ്യം ഡീസൻ്റ് ഒരു റൂം. കുഴപ്പമില്ല, മനസ്സിലായി. നമ്മുടെ ബഡ്ജറ്റിന് ഇതൊക്കെ തന്നെ ഓക്കെ, മനസ്സിലായി. ലോ ബഡ്ജറ്റിലാണ് ഗൈസ്. അതെ, നമ്മുടെ ജീവിതം സ്കൂട്ടറിലും റോഡിലും. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ വ്ളോഗ് റീസ്റ്റാർട്ട് ചെയ്തേക്കാണ് വിത്ത് ബാക്ക് ഓൺ എനർജി. നമ്മൾ പൂളിൽ കുളിച്ചു. ആഹാരം ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല, പക്ഷേ പൂളിൽ നല്ല വൃത്തിയായിട്ട് കുളിച്ച് ഇവിടെ വന്നും കുളിച്ച് ഒരു മണിക്കൂർ നല്ല രീതിയിൽ ഉറങ്ങി മുഖമൊക്കെ കഴുകി നല്ല സൂപ്പറായിട്ടാണ് വന്നേക്കുന്നത്. നല്ല അടിപൊളി എനർജി പാക്കിലിട്ട് നമ്മളിനി ഇപ്പം ബീച്ചിലോട്ടാണ് ഇനി മെയിനായിട്ട് പോകുന്നത്, മനസ്സിലായത്. നമ്മളിനി ഒരു 2-3 ബീച്ചിൽ പോയിട്ട് വരിക, ഡിന്നർ കഴിക്കുക, പിന്നെ രാത്രി ഫുൾ നൈറ്റ് നമ്മൾ ബാഗാ ബീച്ചിലായിരിക്കും. ഇന്നത്തെ നൈറ്റ് നമ്മൾ ബാഗാ ബീച്ചിലായിരിക്കും. നമ്മൾ ഉറങ്ങാൻ ചാൻസ് വലുതായിട്ട് ഉറങ്ങത്തില്ല. ഓക്കെ, അപ്പോൾ ഗായ്സ് റെഡിയല്ലേ? 2 എണ്ണം കറുപ്പൊക്കെ ഇട്ടുകൊണ്ട് വെക്കുക, 3 എണ്ണം ഏകദേശം കറുപ്പ്, ഞാൻ മാത്രമാണ് കളർഫുള്ള്. ഹൈ ഗായ്സ്, ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഫോർ ബീച്ച്. ഓക്കെ, കാണാൻ വയ്യ. ഓക്കെ, അപ്പം നമുക്ക് പോകുന്ന വഴിയിൽ ബാക്കി കാഴ്ചകൾ കാണാം. ഓക്കെ ഗായ്സ്, നമ്മൾ ഓൾ സെറ്റ്, ഓൾ റെഡി ടു ഗോ. ഓക്കെ, ഓക്കെ ഗൈസ്, ആ ബീച്ചിലോട്ടാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പോയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് കയറിയിട്ട് വരാം ഗൈസ്. ഓക്കെ, ഇതിനകത്ത് എന്തുവാണ്, ബീച്ചാണ്, പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, എങ്ങനെയാണ്, അതെ എന്താണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഗൈസ് നല്ല സൂപ്പറായിട്ട് വിന്നോയ്സ് ആണ് കേട്ടോ, അല്ല അടിപൊളി വിന്നോയ്സ് ആണ്. അപ്പോൾ ഞാൻ പറയുന്ന എത്രത്തോളം ക്ലിയർ ആകുമെന്ന് എനിക്കറിയത്തില്ല. നല്ല സൂപ്പർ കാറ്റുണ്ട്. നോർമലി ബീച്ച് തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. കുറച്ചും കൂടി അഗ്രസീവാണ് ബീച്ച്. അതെ നല്ല കുറച്ച് അഗ്രസീവ് ആണെന്ന് അല്ലാതെ വേറെ വലിയ വ്യത്യാസമൊന്നുമില്ല. നോർമൽ ബീച്ച് തന്നെ. നമുക്ക് കുറച്ച് ബീച്ച് എക്സ്പീരിയൻസ് ചെയ്യാം. അധികം സംസാരിക്കാനൊന്നും എനിക്ക് തോന്നുന്നില്ല പറ്റുമെന്ന്, കാരണം നല്ല വിന്നോയ്സ് ആണ്. ഓക്കെ, തെര കുറച്ച് അഗ്രസീവ് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് നല്ല രീതിയിൽ എത്രത്തോളം ക്ലിയർ ആവുമെന്ന് അറിയത്തില്ല ഞാൻ പറയുന്നത്. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നിന്ന് കാലൊക്കെ നനയ്ക്കാം കേട്ടോ. അടിപൊളി കൊള്ളാം. അതെ നമുക്ക് സത്യം പറഞ്ഞാൽ കടൽ കണ്ട് നമ്മൾ സ്ഥിരം കാണുന്നതാണല്ലോ ഗൈസ് കടൽ. ഇത് ബീച്ചിന്റെ പേരെന്തോടാ? ഇവിടുത്തെ പേരൊക്കെ വൃത്തിയായിട്ട പേരാ, അതുകൊണ്ട് ഓർത്ത് വെക്കാൻ പറ്റത്തില്ല. നോക്കി വായിക്കണം. അതെ ഈ ബീച്ചിന് എത്ര റേറ്റിംഗ് കൊടുക്കൂടാ? അല്ല എന്നാലും ഞാനൊരു 6 കൊടുക്കും ഗൈസ്. നേരത്തെ ഞാൻ 6.5 കൊടുക്കും. 6.5 on 10. ഓക്കെ, ദിസ് ബീച്ച് ലൊക്കേഷൻ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ പോയ ഓരോ ലൊക്കേഷനും അതിൻ്റെ പേര് കൊടുത്തേക്കാം. ഓക്കെ, എന്നിട്ട്
എങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞേക്കാം. ഫർദർ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾ എന്നെ DM ചെയ്യും. ഓക്കെ. Hi guys. ഞാൻ അവിടെ നോക്കിയപ്പോഴത്തേക്ക് പാർട്ടി DJ പാർട്ടിയും കാര്യങ്ങളും ലൈവ് ബാൻഡും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചു. അങ്ങനെ ഞാൻ അവിടുത്തെ റിസപ്ഷനിൽ പോയി ചോദിച്ചു എത്ര മണിക്കാണ്, അതെങ്ങനെയാണ് കാര്യം. അപ്പോൾ ഫ്രീ ആണ്, പാർട്ടി ഫ്രീയാണ്, എൻട്രി ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം ജസ്റ്റ് നമ്മുടെ നമ്പറും പേരും കൊടുത്ത് അവിടെ ഒന്ന് രജിസ്ട്രേഷൻ എൻട്രി രജിസ്റ്റർ ചെയ്താൽ മതി. അങ്ങനെ ചെയ്തിട്ടുണ്ട്. നമുക്ക് പറ്റുമെങ്കിൽ അവിടെ വന്ന് നിങ്ങളെ കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നു സമയം 7:30 തൊട്ട് അവിടെ തുടങ്ങുന്നത്. പക്ഷെ ഞാൻ ചോദിച്ചു ബെസ്റ്റ് ടൈം എപ്പോഴാണ് വരാൻ പറ്റുക എന്ന് ചോദിച്ചപ്പോൾ 9 മണിയാണ് ബെസ്റ്റ് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമുക്കൊരു ഡിന്നറൊക്കെ കഴിച്ചിട്ട് ഇങ്ങോട്ട് വരാം. ഇവിടുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ബാഗ ബീച്ചിലോട്ട് പോകാം. അങ്ങനെയാണ് ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അല്ലല്ല അതിൻ്റെ ബാക്കി